പുഴ ഇനി അന്വേഷണത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാകുമ്പോൾ എന്താണ് ആ പുഴയുടെ വ്യാപ്തി, ആ പുഴയിലെ നിലവിലെ സാഹചര്യം, ഒപ്പം പുഴ ഒഴുകുന്ന വഴി, ഇതൊക്കെ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഗംഗാവലി പുഴ ഈ ദേശീയപാതയോട് കടന്നു പോകുന്ന ഇടമാണ്. നമുക്കറിയാം ഈ ഗംഗാവലി പുഴ അത് ഈ ദേശീയപാത ഗംഗാവലി പുഴയുടെ തീരത്തേക്ക് വന്ന് പിന്നീട് കുറച്ച് ദൂരം ഒന്നിച്ച് സമാന്തരമായി ദേശീയപാതയും ഗംഗാവലി പുഴയും പിന്നീട് ഈ ദേശീയപാത ഈ നദിയെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ പുഴയുടെ ഒരു സാന്നിധ്യവും അവിടുത്തെ സാഹചര്യവും നമുക്ക് എങ്ങനെ അതിനെ ശാസ്ത്രീയമായി വിവരിക്കാൻ കഴിയും മിഥുൻ? സജിത്ത്, ഏകദേശം 132 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഗംഗാവലി പുഴ എന്ന് പറയുന്നത്. ഈ ഹൂഗ്ലി, ധാർവാഡ് എന്നീ പ്രദേശങ്ങൾക്ക് കീഴിലാണ്, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു പുഴ കടന്നു പോവുകയും ചെയ്യുന്നത്. ഈ കാണുന്നതാണ്, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ്, പ്രഷർ കാണുന്നതാണ് ഈ അപകടമുണ്ടായ സ്ഥലം. ഈ മേഖലയിലാണ് ഈ വാഹനങ്ങൾ ഈ നിർത്തിയിട്ടേക്കുന്നത് പോലെ തന്നെയാണ് ഈ ലോറികൾ സാധാരണഗതിയിൽ ലോഡുമായി പോകുന്ന ശേഷം അല്പസമയം വിശ്രമിക്കുന്നതിന് വേണ്ടി ഈ മേഖലയിലാണ് ഈ വാഹനങ്ങൾ നിർത്തിയിടാറുള്ളത്. ഈ സമീപത്ത് കാണുന്ന ഈ ഒരു ഭാഗം കുന്നാണ് ഈ ഇടിഞ്ഞ് ഈ ലോറിക്ക് മുകളിലേക്ക് വീഴുകയും ചെയ്തു. ഈ ടവറൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം, ദൃശ്യങ്ങളിലൊക്കെ തന്നെയുണ്ട്. ഈ ഒരു അപകടം നടന്ന മേഖലയിലൊക്കെ തന്നെ ഈ ടവർ അടക്കം കടപുഴകി വീഴുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നു. ഇതിന് മറുവശത്താണ് ഈ പറയുന്ന പുഴയുള്ളത്. പുഴ സ്ഥിതി ചെയ്യുന്നത് മറുവശത്താണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ രണ്ട് സൈഡിലുമായി ഇങ്ങനെ ലോറികൾ പാർക്ക് ചെയ്തിടാറുള്ളത് പതിവാണ്. അതിനുശേഷമാണ് ഇവർ കൂടുതൽ സമയം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നീട് വാഹനമായി മറ്റ് സ്ഥലങ്ങളിലേക്ക്, അതായത് അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് അവർ പുറപ്പെടുകയും ചെയ്യുന്നത്. അത്തരത്തിലാണ് മുൻകാലങ്ങളിലും അർജുൻ ഉൾപ്പെടെയുള്ള ഡ്രൈവർമാർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തത്. ഈ സമയത്താണ് കനത്ത മഴ ഉണ്ടാവുകയും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയും ചെയ്ത മണ്ണ് കൂട്ടത്തോടെ ഇടിഞ്ഞ് ഈ ലോറിക്ക് മുകളിലേക്ക് വീഴുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഈ ഒരു GPS സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ഈ ലോറി ഈ റോഡിൽ തന്നെ ഉണ്ടാകാമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് ആദ്യം എത്തുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി കൃഷ്ണ ബൈര്യ ഗൌഡ പറഞ്ഞതനുസരിച്ച് ഏകദേശം 98% മണ്ണ് ഇവിടെ നിന്ന് നീക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ എങ്കിൽ പോലും തന്നെ ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ കർണാടക സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ ലോറി ഈ റോഡിലുണ്ടാകില്ല, ഒരുപക്ഷെ നദിയിലുണ്ടാകാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അവർ എത്തുന്നു. എങ്കിലും സൈന്യം പറയുന്നത് മുഴുവൻ മണ്ണും ഇവിടെ നിന്ന് നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ഈ ഒരു ദൗത്യത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകൂ, അതായത് ഈ കരയിലെ ദൗത്യത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകുക എന്നാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഇനി എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ഗംഗാവലി പുഴ തന്നെയാണ്. കാരണം ഇത്രയും വലിയ പുഴയാണ്. നമുക്കറിയാം, ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ മണ്ണിടിഞ്ഞ് വീണ് ഈ ഒരു വശത്തേക്ക് പൂർണ്ണമായും ഈ മണ്ണ് കൂന കൂടി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലും ആഴമുള്ള പുഴയാണ്, വലിയ ഒഴുക്കുള്ള പുഴയാണ്. അവിടേക്കാണ് ഈ മണ്ണ് പതുക്കുകയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ അത്രത്തോളം മണ്ണ് അവിടേക്ക് അടിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ അതിനടിയിലേക്ക് ഈ ലോറി ഉണ്ടാകാമെന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് ഇപ്പോൾ ഈ സംഘാംഗങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കേന്ദ്രീകരിച്ച് ഇനിയുള്ള തെരച്ചിൽ വ്യാപിക്കാനുള്ള ഒരു നീക്കം നടത്തുകയും ചെയ്തത്. അതിനുവേണ്ടിയുള്ള അത്യാധുനിക സംവിധാനങ്ങളൊക്കെ തന്നെ രാവിലെയോടുകൂടി എത്തുമെന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ളവ വെച്ചുകൊണ്ട് ഈ പുഴയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവിടെ പരിശോധന നടത്താൻ സാധിക്കുമെന്നാണ് അവർ കരുതുകയും ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ മാവോയിസ്റ്റ് ഭീഷണിയും ഒപ്പം നേരിടുന്ന സംസ്ഥാനങ്ങളാണ്. അവിടെയൊക്കെ മൈനും ഈ കുഴിബോംബുകളും ഒക്കെ വ്യാപകമായി ഉള്ളതാണ്. അതൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അത്യാധുനിക സംവിധാനങ്ങൾ സേനാ വിഭാഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെയാണ് ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്ന് ഈ ലോറി കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ അത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും ഒക്കെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ മറ്റ് വിദഗ്ധരും ഒക്കെ ഉൾപ്പെട്ട ആ യോഗത്തിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ തന്നെയാണ്. അത്യാധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം കരയിൽ ഏത് തരത്തിലാണോ ഇതുവരെ നമ്മൾ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്, ആ രീതി ആയിരിക്കില്ല നമ്മൾ വെള്ളത്തിലേക്ക് പോകുമ്പോൾ. കൂടുതൽ ദുഷ്കരമാണ്, കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്, കൂടുതൽ സജ്ജീകരണം ഒരുക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇനി മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ ഗംഗാവലി പുഴ എന്ന് പറയുന്നത് 132 കിലോമീറ്ററോളം വ്യാപ്തിയുള്ള ഒരു പുഴ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു ലോറി അടക്കം കഴിഞ്ഞ ദിവസം ഈ ഒരു ടാങ്കർ ലോറി അടക്കം 7 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കണ്ടെത്തി എന്ന് പറയുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഒഴുക്കുള്ള ഒരു പ്രദേശം കൂടിയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അവിടേക്ക് പൂർണ്ണമായും മണ്ണിടിഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. ആ മണ്ണ് ആ പുഴയ്ക്ക് അരികിലേക്ക്, ആ പ്രദേശത്ത് റോഡിനും പുഴയ്ക്കും നടുവിലായിട്ടുള്ള ഭാഗത്തുകൂടി ഈ ജലനിരപ്പിനോടും ഒപ്പം തന്നെ റോഡിനോടും നിരപ്പിനോടും സമാനമായ രീതിയിൽ മണ്ണിടിഞ്ഞ് കിടപ്പുണ്ട്. ആ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ലോറി ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പുഴയിലേക്കുള്ള
സംവിധാനങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഈ മുകളിലത്തെ മണ്ണ് മുഴുവൻ, അതായത് റോഡിലുള്ള കരയിലുള്ള എല്ലാ മണ്ണുകളും നീക്കം ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് സേനാംഗങ്ങൾ കരുതുകയും ചെയ്യുന്നത്. കാരണം വളരെ കരുതലോടുകൂടി മാത്രമേ ഇവിടുത്തെ മണ്ണ് മാറ്റാൻ സാധിക്കൂ. കാരണം ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് പറയുന്നതനുസരിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്ത രീതിയിൽ അതേ തോതിൽ തന്നെ അവിടെ നിന്ന് വീണ്ടും മണ്ണ് നീക്കം ചെയ്താൽ ഒരുപക്ഷെ വീണ്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. മണ്ണ് കൂടുതൽ ഇടിഞ്ഞ് താഴേക്ക് വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. കൂടാതെ മഴയുണ്ട്. മഴ അത് വലിയ രീതിയിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തെയും ദൗത്യത്തെയും ഒക്കെ തന്നെ കടുത്ത രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടുകൂടി മാത്രമേ അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശം കൂടി അവർ ശക്തമായി തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തു. കൂടാതെ വൈകിട്ടിന് ശേഷം ഒരു വൈകുന്നേരം ആവുന്നതോടുകൂടി ഈ ഒരു രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി അവർ വെച്ചതും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ്. എന്തായാലും നിലവിൽ ഇവർ കരുതുന്നത് ഈ ഗംഗാവലി പുഴയിൽ തന്നെ ലോറി ഉണ്ടാകാമെന്നുള്ള നിഗമനം തന്നെയാണ്. അവിടെയുള്ള മൺകൂനകളിൽ തന്നെ ഉണ്ടാകാമെന്നുള്ള നിഗമനം തന്നെയാണ്. എന്തായാലും അതിന്റെ താഴ്ച എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ 5 or 6 ലോറികൾ അടുക്കി വെച്ചാൽ ഉള്ള അത്രയും ആഴം ഈ പറയുന്ന മേഖലയിലുള്ള ആ പുഴയിലെ ആ സ്ഥലത്ത് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് വിദഗ്ധർ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം മണ്ണ് അവിടേക്ക് ഇടിഞ്ഞു വീണിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്ക് മറ്റു വിശദാംശങ്ങളിലേക്ക് കൂടി അല്പസമയത്തിനകം കടന്നു വരാമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഈ 132 കിലോമീറ്റർ ദൂരമുള്ള അത്രയും ആഴമുള്ള ഈ ഒരു ഗംഗാവല പുഴ കേന്ദ്രീകരിച്ചാണ് ഈ പരിശോധന നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എത്രത്തോളം മണ്ണുകൾ വീണിട്ടുണ്ട്, മറ്റ് ഏതെങ്കിലും ദുർഘടമായ സാഹചര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു ഉച്ചയോടുകൂടി ഇവിടേക്ക് ഇറങ്ങി വലിയ വ്യാപകമായ തെരച്ചിലിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവർ കരുതുന്നത്. സയ്യിദ്, നമ്മൾ ഈ മിഥുൻ, ഈ റോഡിന്റെ പുഴയുടെ മറുഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിച്ചുവല്ലോ. ഈ പുഴയിലേക്ക് മണ്ണ് വീണ് എത്ര കണ്ട് പുഴ നികത്തപ്പെട്ടു പോയി, എത്ര ഭാഗം മണ്ണ് വീണ് നികത്തു, അക്കാര്യത്തിൽ ഒരു കൃത്യമായ കണക്ക് വല്ലതും ലഭ്യമാവുന്നുണ്ടോ അവിടുത്തെ സാഹചര്യം സംബന്ധിച്ച്? അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് വ്യക്തമാണ് ആ അത്രയും ആഴം ഉള്ള ആ പുഴ അത് കുമിഞ്ഞുകൂടുന്ന തരത്തിൽ അത്രത്തോളം കൂനകൾ ഉണ്ടായിട്ടുണ്ട്, അത്രത്തോളം മണ്ണ് അവിടേക്ക് വീണിട്ടുണ്ട് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കാരണം നമുക്ക് ആ വെള്ളത്തിന് മുകളിൽ മണ്ണ് മൂടിക്കിടക്കുന്നതായിട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കൂടാതെ തന്നെ പല ഘട്ടങ്ങളായി, അതായത് ഓരോ രീതിയിൽ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഓരോ പ്രദേശത്തും ഇതേ രീതിയിൽ തന്നെ മണ്ണ് കുമിഞ്ഞുകൂടി കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മേഖലയിൽ ഈ ലോറി ഉണ്ടാകാമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ തന്നെയാണ് ഈ തെരച്ചിൽ സംഘത്തിനുള്ളത്, സേനാ വിഭാഗങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. അവിടേക്കുള്ള അന്വേഷണമാണ് നടത്തേണ്ടത്. പക്ഷേ നേരത്തെ നമ്മൾ കരമാർഗം നടത്തിയ ആ ഒരു രക്ഷാദൗത്യം, ഒപ്പം തന്നെ ആ മണ്ണ് നീക്കുന്നത് പോലെ തന്നെ ഈ വെള്ളത്തിൽ നിന്ന് മണ്ണ് നീക്കാൻ അത്ര എളുപ്പമല്ല. അതിനുവേണ്ടി കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങൾ എത്തുമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ എങ്കിൽ പോലും തന്നെ ഹിറ്റാച്ചി അടക്കമുള്ള JCB അടക്കമുള്ള ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എത്രത്തോളം മണ്ണ് അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. കാരണം അതിന്റെ ഉയരം, ഈ നദിയുടെ ഒരു ആഴം തന്നെ പറയുന്നത് വലിയ രീതിയിൽ നമ്മൾ ഈ ഒരു വെച്ച് നോക്കിയാൽ തന്നെ സൈത്ത്, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നോക്കിയാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 നില കെട്ടിടം എത്രത്തോളം ഉണ്ടോ ആ അത്രത്തോളം ആഴം ഈ പുഴയ്ക്കുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ആ അത്രത്തോളം മണ്ണ് ഈ ഒരു മേഖലയിലേക്ക് വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കുമിഞ്ഞുകൂടി പുറത്തേക്ക് വന്ന് നിൽക്കുന്നത്. നമ്മൾ ആ കൂന പോലെ പുറത്തേക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലേക്ക് പോകുന്നത്. അതായത് പുഴ മൂടുന്ന തരത്തിലേക്ക് മണ്ണ് അവിടേക്ക് പ്രവേശിച്ചിട്ടുണ്ട്, വീണിട്ടുണ്ട് എന്നാണ് കരുതുകയും ചെയ്യുന്നത്. അതിനടിയിലേക്ക് ആ കൂനകൾക്കിടയിൽ ഈ ലോറി ഉണ്ടാകാമെന്നുള്ളൊരു അനുമാനത്തിലേക്കാണ് ഇപ്പോൾ സംഘം പോവുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഇവ മാറ്റുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സംഭവമാണ്, ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യത്തിലേക്കാണ് സൈന്യം ഉൾപ്പെടെയുള്ളവർ കടക്കുന്നത്. എന്തായാലും നാവികസേനയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുണ്ട്. അവർ രാവിലെ മുതൽ തന്നെ അവർ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, ആ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട്, പുതിയ അത്യാധുനിക റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോറിയിലേക്ക് അടുക്കലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പൂർണ്ണമായും ഈ കരയിലെ മണ്ണ് നീക്കിയതിനു ശേഷമേ കൂടുതൽ ശ്രദ്ധ ഈ പറയുന്ന പുഴയിലേക്ക് കടക്കൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 98% മണ്ണ് നീക്കാനായി എന്ന് റവന്യൂ മന്ത്രി അവകാശപ്പെട്ടത് മാത്രമാണ്. പക്ഷെ അവിടെ നിന്ന് അല്പസമയത്ത് മുമ്പ് നമുക്ക് നമ്മുടെ കോഴിക്കോട് MP MK രാമൻ പറഞ്ഞതനുസരിച്ച് അവിടെ നിന്ന് ഇപ്പോഴും പൂർണ്ണമായും മണ്ണ് നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയും ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വരാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ശ്രമകരമായ ദൗത്യമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉച്ചയോടുകൂടി ഇത് പൂർണ്ണമായും ഈ റോഡിലെ ആ കരയിലെ ഉള്ള ആ ഒരു മണ്ണ് മുഴുവൻ നീക്കം ചെയ്തുകൊണ്ട് അവിടെ ലോറി
ഇല്ല എന്ന് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഉള്ള ഒരു ശ്രമത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഉച്ചയോടുകൂടി ഈ പറയുന്ന പുഴയിലേക്ക്, ഗംഗാവലി പുഴയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും അതോടുകൂടി എത്തുകയും ചെയ്യും. അത് ചെയ്യുക എന്നുള്ളത് തന്നെ പിന്നീടുള്ള കാര്യം. ഒപ്പം തന്നെ അതിനു മുമ്പേ തന്നെ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം ആഴത്തിലേക്ക് ഇത് എത്താൻ സാധിക്കുമെന്നുള്ള അത്രയും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മൈനുകളും ഒക്കെ വലിയ ആഴത്തിലൊക്കെ കുഴിച്ചിടാറുള്ള മേഖലകളിൽ ഉപയോഗിക്കുന്ന ഡിറ്റക്ടർ കൂടിയാണ് ഈ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ വെള്ളത്തിൽ എത്രത്തോളം സാധ്യമാകും, അത് എത്രത്തോളം അത് നമുക്ക് കരുത്താകുമെന്നുള്ള കാര്യം നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അർജുനെ ഉടൻ തന്നെ കണ്ടെത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. അർജുൻ ഈ പറയുന്ന വെള്ളത്തിലുള്ള ഈ ഗംഗാവലി പുഴയിലുള്ള ഈ മൺകൂനകളിലെ ആ ഒരു തന്നെ ഈ ലോറി ഉണ്ടാകാമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഈ തെരച്ചിൽ സംഘമുള്ളത്.